ഏവർക്കും നമസ്കാരം. പ്രിയമുള്ള പ്രേക്ഷകരെ, പപ്പയുടെ നിങ്ങളെ ഏവരും സ്നേഹത്തോടെ ഇന്നും സ്നേഹിക്കുന്ന സത്യൻ മാസ്റ്റർ എന്ന ആ കലാകാരൻ്റെ ശവകുടീരത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. പപ്പയുടെ ഈ ടൂമ്പിനെ പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നു. 1971 ജൂൺ 15 പപ്പ ഇഹലോകവാസം വെടിഞ്ഞത്. അന്ന് തന്നെ ഒരു പ്രത്യേക വിമാനമാർഗം, ദി ഹിന്ദു പത്രത്തിൻ്റെ പ്രത്യേക വിമാനത്തിലാണ് മദിരാശിയിൽ നിന്നും പപ്പയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം എയർപോർട്ടിൽ തന്നെ വളരെയേറെ ഒരു ജനാവലി ഉണ്ടായിരുന്നു. പ്രശസ്തരായ പല സിനിമാ പ്രവർത്തകരും നിർമ്മാതാക്കളും നടന്മാർ, നടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ഒരു വലിയ ഒരു പ്രൊസഷനായിട്ടാണ് ഈ ബോഡി ആദ്യം മണക്കാടുള്ള സിത്താര എന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വൈകുന്നേരം 4:10 ഈ വിമാനം തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടത്. അവിടുന്ന് റോഡ് മാർഗം പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ ഈ ഭൗതിക ശരീരം ഞങ്ങളുടെ മണക്കാട്ടുള്ള വീട്ടിലേക്ക് ആദ്യം കൊണ്ടുവന്നു. വാസ്തവം പറഞ്ഞാൽ വളരെയേറെ ജനബാഹുല്യം, റോഡ് സൈഡിൽ 2 സൈഡിലും ആളുകൾ നിറഞ്ഞു നിന്നു. അവർ ഈ നടൻ്റെ ഭൗതിക ശരീരം നേരിട്ടൊന്ന് കാണുവാനായി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. മണക്കോട് ഞങ്ങളുടെ സിത്താര എന്ന വീട്ടിലെത്തിച്ചേർന്ന ശേഷം പ്രത്യേകിച്ച് നമ്മുടെ അന്ന് ആ പരിസ്ഥിതിയിൽ വളരെയേറെ മാറ്റങ്ങളുണ്ടായി. കാരണം ജനബാഹുല്യം, അട്ടക്കുളങ്ങരയിൽ നിന്ന് മണക്കാട്ടേക്കുള്ള റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി, വാഹനങ്ങൾക്ക് വരാൻ പറ്റാതായി. എന്തിനേറെ പപ്പയെ ആ ശരീരത്തിൽ വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഒരു ഔപചാരികമായി ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. പക്ഷേ അതിന് പോലും സാധിക്കാത്തൊരവസ്ഥ വന്നു. കാരണം അന്ന് CSI സഭയുടെ ബിഷപ്പായിരുന്ന ബിഷപ്പ് വില്യം വാചാലൻ തിരുമേനി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കിഴക്കേക്കോട്ട വരെ എത്തിയെങ്കിലും അവിടുന്ന് അങ്ങോട്ടേക്ക് മണക്കാട്ടേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം, ജനനിബിഡമായിരുന്നു. അന്ന് മൊബൈൽ ഫോണുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പുറത്തിറങ്ങി ഏതോ കടയിൽ നിന്ന് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, ബിഷപ്പ് തിരുമേനി കിഴക്കേക്കോട്ട വരെ എത്തിയിട്ടുണ്ട്, അവിടുന്ന് മണക്കാട്ട് വീട്ടിലേക്ക് സിത്താരയിലേക്ക് വരുവാനുള്ള ഒരു വഴിയും കാണുന്നില്ല, കാരണം റോഡ് എല്ലാം ക്ലോസ്ഡാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഞാനന്ന് MK ജോസഫ് സാർ, അന്നത്തെ IG ആയിരുന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെയൊരു പ്രതിസന്ധിയുണ്ട്, സാരമില്ല മോനെ, ഞാനത് പരിഹരിക്കാം എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം പോലീസ് വയർലെസ് വഴി ഈസ്റ്റ് ഫോർട്ടിലെ പോലീസ് ജീപ്പിന് അല്ലെങ്കിൽ പോലീസ് പാർട്ടിക്ക് ഈ വിവരം കൈമാറുകയും ആ പോലീസ് ജീപ്പിൽ ബിഷപ്പ് തിരുമേനിയെ കയറ്റി
വളരെയേറെ പണിപ്പെട്ടാണ് മണക്കാട് ഞങ്ങളുടെ വീട്ടിലെത്തിയത്. എത്തി പെട്ടി പ്രാർത്ഥന നടന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ജോസഫ് സാറിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മോനെ, ഈ ഭൗതിക ശരീരം ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം. കാരണം ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആളുകൾ വല്ലാണ്ട് കൂടി തള്ളി ഉന്തി ഞങ്ങളുടെ മതിലിൻ്റെ പുറത്ത് കയറിയിരുന്നു. മതിൽ ഒരു സൈഡ് ഇടിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധിയായി. അപ്പോൾ അത് സജസ്റ്റ് ചെയ്തത്, അന്ന് സർക്കാർ പപ്പയുടെ ബോഡി പൊതുദർശനത്തിന് VJT ഹാളിൽ വെക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ ശരീരം കൊണ്ടുപോകാം, അല്ലാതെ ഇവിടെ ജനങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ആ ഭൗതിക ശരീരത്തെ അലങ്കരിച്ച് നിർത്തിയിരുന്ന വലിയ ഒരു ലോറിയിൽ കയറ്റി. അതിൻ്റെ കൂട്ടത്തിൽ സിനിമാ താരങ്ങളായ നസീർ സാറ്, മധു സാറ്, പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഒരുപാട് പേര്, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും മറ്റുമെല്ലാം ആ വാഹനത്തിൽ കയറി ആ വിലാപയാത്രയായി മണക്കാട് സിത്താര വീട്ടിൽ നിന്ന് സെക്രട്ടേറിയറ്റും കഴിഞ്ഞ് പാളയത്തുള്ള VJT ഹാളിലേക്ക് എത്തി. അവിടെ ഉപ്പയുടെ ഭൗതിക ശരീരം ജനങ്ങൾക്ക് കാണുന്നതിനായി ക്രമീകരിച്ചു. അങ്ങനെ ഏതാണ്ട് സന്ധ്യയോടുകൂടി VJT ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും ജനങ്ങളെ കാണുവാനായി അനുവദിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ജനങ്ങൾ ധാരമുറിയാതെ നേരം വെളുക്കുന്നവരെ ഏതാണ്ട് 8:30-9 മണി വരെ ജനലക്ഷങ്ങൾ പപ്പയെ കണ്ടുപോയി. ആദ്യം തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ രണ്ട് ലൈനിലായിട്ട് ആളുകൾ വന്ന് കണ്ട് തിരിഞ്ഞ് രണ്ട് സൈഡിലേക്ക് പോകത്തൊക്കെ ഉണ്ടായിരുന്നു പോലീസ് അറേഞ്ച് ചെയ്തത്. ഞാൻ രാത്രി മുഴുവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ 16-ാം തീയതി രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ഭൗതിക ശരീരം, അന്ന് ആംബുലൻസിലല്ല, പള്ളിയുടെ ഒരു കുതിര വലിക്കുന്ന ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ തന്നെ വെച്ച് യാത്ര പുറപ്പെട്ടു. തിരുവനന്തപുരത്തെ മിക്ക സഭകളിലെയും അധ്യക്ഷന്മാർ, ബിഷപ്പന്മാർ, അച്ഛന്മാർ, കന്യാസ്ത്രീകൾ, അങ്ങനെയുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ഈ ബോഡിയുടെ തൊട്ടുപിറകിലും, അതിനുശേഷം ഇഷ്ടംപോലെ, എത്രയെന്ന് പറയാൻ വയ്യ, ജനങ്ങളും ജനലക്ഷങ്ങളും എരമ്പി ആർത്ത് ആ ഒരു ജനസമുദ്രം തന്നെ ഈ പ്രൊസഷനിൽ പങ്കെടുത്തു. പതിവ് പോലെ ആ ശരീരം VJT ഹാളിൽ നിന്ന് പുറത്തേക്കെടുത്ത് മുതൽ അപ്പോൾ യാക്കോബായ പള്ളിയിലെ മണികൾ അടിച്ചു, മരണമണി എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. അതിനുശേഷം പാളയം പള്ളി, CSI പള്ളി, അത് കഴിഞ്ഞ് LMS ചർച്ച്, ഈ എല്ലായിടത്തെയും മണി ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു, ഡെത്ത് ബെൽ. ഈ പ്രൊസഷൻ അവിടെ നിന്ന് പുരോഗമിച്ച് പോലീസിൻ്റെ സഹായത്തോടെ നേരെ പള്ളിയുടെ മുമ്പ് വഴി നേരെ വന്ന് സെമിത്തേരിയിലേക്ക്, ഞാനിപ്പോൾ ഇരിക്കുന്ന സെമിത്തേരിയിലേക്ക് എത്തി. അവിടെ ഈ ബോഡി അകത്തേക്ക് കൊണ്ടുവന്നു. എങ്കിലും ഞങ്ങൾക്ക് ആർക്കും, മമ്മിക്കോ ഞങ്ങൾ 3 പേർക്കുമോ
ഈ സെമിത്തേരിയിൽ ഈ കുഴിമാടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല. കാരണം അത്രയേറെ ജനങ്ങൾ ചുറ്റുമുള്ള മരങ്ങളിലും മതിലുകളിലും എടുത്തും തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ വളരെയേറെ ഒരു 5-8 പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെയേറെ പണിപ്പെട്ട് അവർ ഞങ്ങളെ അവരുടെ കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഒരു വലയത്തിനകത്താക്കി വളരെയേറെ പണിപ്പെട്ട് ആളുകളെ ഉന്തി മാറ്റിയാണ് ഞങ്ങളെ ഈ അടക്കം ചെയ്യേണ്ട സ്ഥലത്ത് എത്തിച്ചത്. അവിടെ സർക്കാരിൻ്റെ പോലീസ് ബഹുമതിയോടുകൂടി അത് സംസ്കരിച്ചു. ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. ആ ജനസമുദ്രം ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ വളരെയേറെ സമയമെടുത്തു, വളരെയേറെ പണിപ്പെട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് ഈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തത്. പപ്പയുടെ മരണശേഷം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ശവകുടീരം കെട്ടിയുണ്ടാക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിലേക്കായി ഞങ്ങൾ നല്ല രീതിയിലുള്ള വിശിഷ്ട രീതിയിലുള്ള വെള്ള മാർബിളിലെ കുരിശ് വെക്കണം എന്നുള്ളൊരാഗ്രഹം അവർക്കും ഉണ്ടായി. ഞങ്ങൾ രാജസ്ഥാനിൽ കോൺടാക്ട് ചെയ്തു, പക്ഷേ അത് നടന്നില്ല. വീണ്ടും പലരുടെയും സഹായത്താൽ ഇറ്റലിയിലെ ബന്ധപ്പെട്ട് വൈറ്റ് ഇറ്റാലിയൻ മാർബിൾ അതിൽ ആണ് ഈ കുടീരത്തിൻ്റെ പുറത്ത് വയ്ക്കാനുള്ള കുരിശും മറ്റും വയ്ക്കാൻ തീരുമാനമായി. അപ്പോൾ അതിൻ്റെ ഡിസൈൻ എങ്ങനെ വേണമെന്ന് ആലോചിച്ചപ്പോൾ മമ്മിയുടെ ഉത്തമ സുഹൃത്തായ ഒരു ഹെപ്സിബ ടീച്ചർ, അവരുടെ ഭർത്താവ് ജസ്റ്റിസ് സാറ് അന്ന് സർക്കാർ ഏതോ സ്കൂളിലെ ഒരു ഡ്രോയിങ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ കണ്ട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഡിസൈൻ ഉണ്ടാക്കി. ആ ഡിസൈനിലാണ് ആ കുരിശിൻ്റെ മുകളിൽ ഒരു കിരീടവും താഴെ 3 പടികളും, അതും അതിന് സെപ്പറേറ്റായിട്ട് ഒരു മാലാഖ മുട്ടുകുത്തി ഒരു കാൽ മുട്ട് കുത്തി നിൽക്കുന്ന ഒരു മാലാഖയുടെ രൂപവും, ഇതെല്ലാം അദ്ദേഹം വരച്ചു ഉണ്ടാക്കി. ഇത് ഞങ്ങൾ ഇറ്റലിയിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഒറ്റക്കല്ലിലാണ് ഈ കിരീടം, കുരിശ്, അതിന് താഴെ ഈ 3 സ്റ്റെപ്പും അത് കഷ്ണമായിട്ട് ജോയിൻ ചെയ്തതല്ല, ഒറ്റ പീസിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഞങ്ങളുടെ പപ്പയുടെ ഫാമിലി വോൾട്ടാണ്. ഫാമിലി വോൾട്ട് എന്ന് പറയുമ്പോൾ ആ കല്ലറകളുടെ അകത്ത് അധികം പേരെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരെയും, പപ്പ, മമ്മി, 3 മക്കളെയും അടക്കം ചെയ്യാനുള്ള സ്ഥലം ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും താഴെ ആദ്യമായിട്ട് ഇവിടെ ബറി ചെയ്തത് പപ്പയുടെ ശരീരമാണ്. അതിൻ്റെ മുകളിൽ ഒരു സിമൻറ്റ് സ്ലാബ് ഇട്ടു. അതിൻ്റെ മുകളിലാണ് മമ്മിയുടേത്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ജ്യേഷ്ഠൻ്റെ വരെ ശരീരം മറവ് ചെയ്തിരിക്കുന്നു. ഇത് ഈ ഇറ്റാലിയൻ മാർബിളും ഇതെല്ലാം ഇതിനകത്ത് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി റീസൺസ് ഒരുപാടുണ്ട്. അന്ന് മനസ്സിലാക്കി ഇതിന് എന്തെങ്കിലും ഒരു സംരക്ഷണം നൽകുവാനായി ഒരു സ്ട്രക്ചർ പണിയാൻ തീരുമാനിച്ചു. അതിലേക്കായി അന്നത്തെ ചീഫ് ടൗൺ പ്ലാനറായിരുന്ന JC അലക്സാണ്ടർ സാറിനെ ഞാൻ ബന്ധപ്പെട്ടു. അദ്ദേഹം സന്തോഷത്തോടെ, അദ്ദേഹമാണ് തിരുവനന്തപുരം സിറ്റിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, ടാഗോർ സെൻറ്റിനറി തിയേറ്റർ, ഇതെല്ലാം പ്ലാൻ വരച്ച് അത് പണിത് തീർത്തത് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ്. അദ്ദേഹം പപ്പയ്ക്ക് സമുചിതമായി ഈ കല്ലറയിൽ ചുറ്റും
ഈ കാണുന്ന പോലെയുള്ള ഒരു ഗ്രില്ലും അതിന് വാതിലും ഒക്കെ വെച്ച് അതിനെ സേഫാക്കി. ഈ സംഗതി ഇപ്പോൾ ഏതാണ്ട് 53 വർഷമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുക. ഞങ്ങൾ പപ്പയുടെ പ്രാർത്ഥന ഓർമ്മ ദിവസം, പപ്പയുടെ ജന്മനാളിനെന്ന് ഒക്കെ ഇവിടെ ഇടയ്ക്ക് പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനൊക്കെ ഇവിടെ വരാറുണ്ട്. പപ്പയോട് ഈ സെമിത്തേരിയിൽ വന്ന് പപ്പയെ എന്താ പറയുക, ആ അടക്കം ചെയ്ത സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോകാറുണ്ട്. ഇനി അതിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങളെ കാണിക്കാം. അതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. കണ്ടിട്ടില്ലാത്ത ജനലക്ഷങ്ങൾ കേരളത്തിലുണ്ട് എന്നെനിക്കറിയാം. ഇന്നും അനേകം കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും വരുന്ന സ്കൂൾ കുട്ടികൾ, പല പല വിസിറ്റേഴ്സ്, വിനോദസഞ്ചാരികളെല്ലാം ഇവിടെ വന്ന് പപ്പയുടെ ഈ ഖബറടക്കം നടന്ന ഈ സ്ഥലത്ത് വന്ന് കണ്ട് പോകാറുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് പപ്പയുടെ കിരീടം പേറുന്ന കുരിശും അതിൻ്റെ 3 സ്റ്റെപ്പുകളും. ആ സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ള ഇൻ എവർ ലവിങ് മെമ്മറി ഓഫ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ശ്രീ എം സത്യൻ, ബോൺ ഓൺ ഇന്ന ദിവസം, ഡൈഡ് ഓൺ ഇന്ന ദിവസം. അതിൻ്റെ താഴത്തെ 3ാമത്തെ സ്റ്റെപ്പിൽ മമ്മിയുടെ സി സത്യൻ, ബോൺ ഡൈഡ് ഓൺ എന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ വീണ്ടും സ്ഥലമില്ലെങ്കിലും അവിടെയാണ് ചേട്ടൻ്റെ മരണശേഷം ചേട്ടൻ്റെയും പേര് പ്രകാശ് സത്യൻ എന്ന പേരും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഇൻ അവർ ലവിങ് മെമ്മറി ഓഫ് എന്നുള്ളതും ശ്രീ എം സത്യൻ എന്നുള്ളതും ബോൺ ഡൈഡ്, ഇതെല്ലാം ഇറ്റാലിയൻ മാർബിളിൽ തന്നെ അവർ കൊത്തി ഉണ്ടാക്കി, കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ലെഡ് ഫില്ലിങ് നടത്തിയിരിക്കുകയാണ്. അത് കാരണം അത് ഒരു കാലത്തും അത് മാഞ്ഞു പോവില്ല, പെർമനൻ്റായിട്ട് അവിടുത്തെ അതിൽ തന്നെ ഉണ്ടാകും. ഇനി ഒരു സ്ഥലം ഈ കുരിശിൻ്റെ ബാക്ക് സൈഡിൽ, അത് പുറത്തുനിന്നേ കാണാൻ പറ്റുള്ളൂ, ആ കേജ് വഴി കാണാം. അതിൽ ഒരു 4, 8, 12 ലൈൻ ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലൈൻ ഇതാണ്: ദൈ ലൈഫ് എ ബ്യൂട്ടിഫുൾ മെമ്മറി, ദൈ ഡെത്ത് എ സൈലന്റ് ഗ്രീഫ്, ഗോൺ ബട്ട് നോട്ട് ഫോർഗോട്ടൺ, നെവർ ഷാൽ ദൈ മെമ്മറി ഫെയ്ഡ്. ഇത് എഴുതിയത്, ആ 4 വരികൾ എഴുതിയത് എൻ്റെ ഗുരുനാഥനും പ്രൊഫസറുമായ പ്രൊഫസർ കെ ശ്രീധരൻ നായർ അദ്ദേഹമാണ്. ഇത് എൻ്റെ ഇംഗ്ലീഷ് ഗുരുവായിരുന്നു, ഇംഗ്ലീഷിൻ്റെ ഗുരുനാഥനായിരുന്നു അദ്ദേഹമാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ കൈപിടിച്ച് പപ്പയുടെ മരണശേഷം ഞങ്ങളെല്ലാവരെയും കൈപിടിച്ച് കൊണ്ടു നടന്ന ഒരു ദേഹമാണ്. ആ സാറും ആ അമ്മ, ശ്യാമളാമ്മ എന്ന ആ അമ്മയും. ജീവിതത്തിൽ ഒരിക്കലും അതിനെപ്പറ്റി മറക്കാൻ സാധിക്കുകയില്ല. സാറിനെ പറ്റിയും അമ്മയെപ്പറ്റിയുമുള്ള ഡീറ്റെയിൽസ് മറ്റൊരു അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത് വർഷാവർഷം ഞങ്ങൾ പെയിൻറ് ചെയ്യാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതിനകത്ത് ലൈറ്റ് ഇടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിന് സെപ്പറേറ്റ് കണക്ഷൻ ഇവിടുത്തെ ചാപ്പലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ കുടീരം, ഈ ശവകുടീരം പപ്പയുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ചെയ്തത്, പണി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. ഇതിനകത്ത് മറ്റ് ആരുടെയും സംഭാവനകളോ
മറ്റോ ഇല്ല എന്നും ഞാൻ അറിയിക്കാൻ ഈ അവസരം എടുത്തുകൊള്ളുന്നു. 1971 ജൂൺ 15 പപ്പ നമ്മെ വിട്ട് ഇഹലോകവാസം വെടിഞ്ഞത്. 54 വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും പപ്പയുടെ ഓർമ്മകൾ ഞങ്ങളുടെയും നിങ്ങളുടെയും മനസ്സിൽ വളരെയേറെ പച്ചപ്പോടുകൂടി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പപ്പയുടെ സ്നേഹനിമിഡമായ വാത്സല്യം നിറഞ്ഞ സമീപനം മക്കളെന്ന നിലയിലും ഭർത്താവെന്ന നിലയിലും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് അങ്ങനെയല്ല. പപ്പ മലയാള സിനിമയ്ക്ക് ചെയ്ത സംഭാവനകൾ ഓർത്തിട്ടായിരിക്കാം 1952 ആത്മസഖി എന്ന ചിത്രം തുടങ്ങി 71 അവസാനിച്ച 19 വർഷമാണ് പപ്പയുടെ സിനിമാ ജീവിതം. അതിൽ അന്ന് അദ്ദേഹം ഏതാണ്ട് 183 ചിത്രങ്ങളിൽ തമിഴടക്കം അഭിനയിച്ചിരുന്നു. ആ കലാകാരൻ്റെ സംഭാവനകൾ മലയാള ചലച്ചിത്രത്തിൻ്റെ അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം നിറഞ്ഞ സംഭാവനകളാണ് എന്നുള്ളത് ഏവരും പറഞ്ഞും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും ഈ സെമിത്തേരിയിൽ വന്നിരിക്കുമ്പോൾ മനസ്സിൽ ഉള്ള വിങ്ങലുകളും തേങ്ങലുകളും അതേ സമയത്ത് സമാധാനവും ആയ ഒരു അന്തരീക്ഷമാണ്. ഇന്നും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായും ഒറ്റയ്ക്കും ഇവിടെ വന്ന് ഈ സെമിത്തേരി സന്ദർശിക്കാറുണ്ട്. അത് പറയുമ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും കപ്പയാരും ഒക്കെ പറയുകയുണ്ടായി, ആളുകളുടെ ബാഹുല്യം കാരണമാണ്, ആളുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഗേറ്റ് പൂട്ടാറില്ല. വലിയ ഗേറ്റ്, വാഹനങ്ങൾ വരുന്ന ഗേറ്റ് പൂട്ടിയാലും അതിൻ്റെ ഇടയിൽ കൂടി അകത്തേക്ക് സാധാരണ ജനത്തിന് നടന്ന് കയറാനും വന്ന് കണ്ട് തിരിച്ചു പോകുവാനുമുള്ള ഒരു ചെറിയ ഗേറ്റ് കൂടെ അവർ അതിനകത്ത് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗേറ്റ് വഴി ആർക്കും എപ്പോഴും ഏത് സമയത്തും ഇവിടെ വരാം, കാണാം. ചിലർ പുഷ്പങ്ങൾ വയ്ക്കുന്നവരുണ്ട്, മെഴുകുതിരി കൊണ്ടുവയ്ക്കുന്നവരുണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനം നൽകുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് പലരും എന്നെ വിളിക്കുമ്പോൾ വിദേശത്തിരിക്കുന്നവരും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലിരിക്കുന്നവരും ഈ സെമിത്തേരിയെ പറ്റിയും പപ്പയുടെ ഈ ശവകുടീരം പണിയുന്നതിൻ്റെയും ഡീറ്റെയിൽസ് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ച് ഇക്കാര്യം പറഞ്ഞത്. ഇതിനെപ്പറ്റി എന്ത് സംശയമുണ്ടെങ്കിലും താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഫോണിൽ ബന്ധപ്പെടാം. എൻ്റെ ഫോൺ നമ്പർ 94470 96699. ഇനി ഈ ഇറ്റലിയിൽ നിന്ന് ഈ കുരിശും ഈ മാലാഖയും ഇതെല്ലാം ഇന്ത്യയിൽ വന്ന് ഇവിടെ സ്ഥാപിക്കാനായിട്ട് സഹായിച്ചവരിൽ 2 പേരുകൾ എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. ഒന്ന്, അന്ന് അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയായിരുന്നു, ശ്രീ AC ജോർജ്. പപ്പയുടെ വേർപാടിന് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക്, ഒരു കത്തെഴുതി. ആ കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നത്
എൻ്റെ ഗുരുനാഥനായ പ്രൊഫസർ ശ്രീധരൻ നായർ സാറാണ്. ആ കത്തും ആയിട്ട് പോസ്റ്റ് ചെയ്താൽ എത്തുമോ കിട്ടുമോ എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ആ കത്ത് ഞാൻ ശ്രീ AC ജോർജ് സാറിനെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടു, പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇന്ദിരാഗാന്ധി മാഡത്തിന് ഡയറക്റ്റായിട്ട് ഈ കത്ത് ഏൽപ്പിക്കും. പ്രിയമുള്ളവരെ, ഒട്ടും അതിശോക്തിയില്ലാതെ ഒരു കാര്യം പറഞ്ഞോട്ടെ. 10 ദിവസത്തിനുള്ളിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് എൻ്റെ മമ്മിക്ക് വന്നു. അപ്പോൾ AC ജോർജ് അദ്ദേഹത്തിന് അവിടെ ഈ പറഞ്ഞ ഇത് ഇറ്റാലിയിൽ നിന്ന് ഇത് ഇറക്കുമതി ചെയ്യാനുള്ള പെർമിഷൻ ഞങ്ങൾ ചോദിച്ചിരുന്നു. കാരണം അന്ന് ഇന്ത്യയിൽ മാർബിൾ അവൈലബിൾ ആയതുകൊണ്ട് വിദേശത്തുനിന്ന് മാർബിൾ അങ്ങനെ കൊണ്ടുവരാൻ പ്രത്യേക സമ്മതം വാങ്ങണമായിരുന്നു. ആ സമ്മതവും അതിലേറെ ഇത് കപ്പൽ മാർഗമാണ് കൊച്ചിയിൽ വന്നത്. ഇതിന് വാസ്തവം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ കൊടുക്കേണ്ടതാണ്. പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി അതിന് കംപ്ലീറ്റായിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി വേണ്ട എന്ന് കസ്റ്റംസിന് മാർഗനിർദ്ദേശം നൽകി. പപ്പയെ വ്യക്തിപരമായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് അറിയാമായിരുന്നുവെന്നും പപ്പയുടെ സിനിമ ചെമ്മീൻ കണ്ടിരുന്നുവെന്നും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നുവെന്നും ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. പിൽക്കാലത്ത് ഏതോ മാഗസിനിലോ ഞാൻ വായിക്കുകയുണ്ടായി, മലയാള സിനിമയിലെ ചരിത്രത്തിലാദ്യമായി ചെമ്മീൻ എന്ന സിനിമയ്ക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയ ആ സമയം അത് വാങ്ങാൻ പോയത് അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന ബാബു സേഠ് അദ്ദേഹവും അതിൻ്റെ ഡയറക്ടറായിരുന്ന ശ്രീ രാമു കരിയാട്ടും അതിൻ്റെ ഒരു പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരുന്ന പപ്പയും ആയിരുന്നു. അന്ന് അത് കൊടുത്ത ആ ഫോട്ടോയൊക്കെ ഞങ്ങൾ പക്ഷേ ഉണ്ട്. ഇപ്പോൾ എനിക്കതെടുത്ത് ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ശ്രമിക്കട്ടെ, കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇട്ട് തരാം, കാണിച്ചു തരാം. അപ്പോൾ ഈ പടം, ഈ ചെമ്മീനിൻ്റെ ഈ പടം പിന്നെ അവാർഡ് കൊടുക്കുന്ന ദിവസം ചെമ്മീൻ സിനിമ അവിടെ ഡൽഹിയിൽ സ്ക്രീൻ ചെയ്തിരുന്നു. പല വിശിഷ്ട വ്യക്തികളും ഈ സിനിമ കാണാൻ എത്തി. അക്കൂട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. അവർ ഈ പടം കണ്ടിട്ട് പപ്പയുടെ ഏതാണ്ട് പകുതി കഴിഞ്ഞു നിൽക്കാറായപ്പോൾ അടുത്തിരുന്ന ആരോട് എന്ന് എനിക്കറിയില്ല, പ്രൈവറ്റ് സെക്രട്ടറി ആണോ മറ്റു മന്ത്രിമാരാണോ ആരോടോ ചോദിക്കുകയുണ്ടായി, ഹൂ ഈസ് ദറ്റ് ബ്ലാക്ക് ഫിഷർമാൻ? ആ കറുത്ത മുക്കുവൻ ആരാണ്? അപ്പോഴാണ് അടുത്തിരുന്ന ആൾ പറഞ്ഞു കൊടുത്തു, അദ്ദേഹം മുക്കുവനല്ല, അദ്ദേഹം ഇതിൻ്റെ മെയിൻ ആക്ടറാണ്, പ്രൊഫഷണൽ ആക്ടറാണ്. അവർക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് അത് വളരെ ആശ്ചര്യമായിരുന്നു. അത്രയും സ്വാഭാവികത നിറഞ്ഞ അഭിനയ പാടവം പപ്പ അതിൽ കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും പപ്പ ഞങ്ങളെ വിട്ടുപോയി. വർഷങ്ങൾ 54 കഴിഞ്ഞു. എങ്കിലും പപ്പയുടെ ഓർമ്മയ്ക്കായി പഴുത ഉയർത്തിയ ഈ ശവകുടീരം ഇന്നും ഈ LMS പള്ളിയുടെ, ഇപ്പോൾ അതിൻ്റെ MM ചർച്ച് എന്നാണ് അതിൻ്റെ പേര്, ആ MM ചർച്ചിൻ്റെ സെമിത്തേരിയിൽ ഇന്നും അത് പ്രൗഢിയോടെ തന്നെ ഇന്നും അത് ഇവിടെ നിലകൊള്ളുന്നു. ഇത്രയും പറഞ്ഞത് പപ്പയുടെ ഈ ശവകുടീരത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പല പ്രേക്ഷകരും എന്നോട് അറിയണം എന്നാവശ്യപ്പെട്ട് വിളിക്കാറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നത്.
വളരെ ക്ഷമയോടെ ഇത്ര നേരം ഇത് കണ്ട് കേട്ട് ഇരിക്കാൻ നല്ല മനസ്സ് തോന്നിയ നല്ലവരായ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. താങ്ക് യു.